പത്തനംതിട്ട മൈനാഗപ്പള്ളിയിൽ ടെസ്റ്റ് ഡ്രൈവിനെടുത്ത ബൈക്ക് കത്തി യുവാവിന് സാരമായ പരിക്ക്. MC റോഡിൽ പത്തിയിൽപ്പടിയിലാണ് അപകടം. വാഹനം പൂർണ്ണമായി കത്തി നശിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, സ്വാഭാവികമായി അതൊരു പുതിയ വാഹനമാകണം. എന്താണ് അവിടെ സംഭവിച്ചത്? എന്നിട്ടും അതെങ്ങനെ തീ പിടിക്കുന്നു? MC റോഡിൽ അടൂരിന് സമീപമാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നിരിക്കുന്നത്. ഓല ഷോറൂമിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവിനായി കൊണ്ടുവന്നതാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്നാണ് ഏറ്റവും ഒടുവിൽ അവിടെ നമ്മുടെ പ്രാദേശിക പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് തീ ഉയരുകയായിരുന്നു. തീ ഉയരുകയായിരുന്നു. ഉടൻ തന്നെ ഈ ഓടിച്ചിരുന്ന ഈ ഷോറൂമിലെ ഒരു ജീവനക്കാരനായിരുന്നു. അയാൾ മാറാൻ ശ്രമിച്ചു. പക്ഷേ ഇയാളുടെ കൈക്ക് സാരമായ രീതിയിലുള്ള പൊള്ളൽ ഏറ്റിട്ടുണ്ട്. ഇത് കത്തുന്നത് കണ്ട് നാട്ടുകാർ തന്നെയാണ് തൊട്ടടുത്ത അടൂർ ഫയർ സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ വെള്ളമൊഴിച്ച് കെടുത്താനുള്ള നീക്കം നടത്തി. പക്ഷെ അപ്പോഴേക്കും പൂർണ്ണമായി തീ പടരുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അടൂരിലെ ഫയർഫോഴ്സ് യൂണിറ്റ് തീ കെടുത്തി. അപ്പോഴേക്കും ഈ ഓടിച്ചിരുന്ന ജീവനക്കാരന് ഡ്രൈവർക്ക് കൈക്ക് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. ഇയാളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിൽ ഇലക്ട്രിക് സ്കൂട്ടർ, അതും ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കൊണ്ടുവന്ന ഏറ്റവും പുതിയ വാഹനമാണത്, അതെന്താണ് ഇങ്ങനെ കത്താൻ കാരണമെന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇതുവരെ ഓല കമ്പനിയുടെ ഇതാണ് ആ സ്കൂട്ടർ, അവർ ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തി വരികയാണെന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. മറ്റ് അപകടങ്ങളൊന്നുമില്ല. പക്ഷെ കൈക്ക് സാരമായ പൊള്ളൽ ഇത് ഓടിച്ച ഈ ഷോറൂമിൽ ജീവനക്കാരന് സംഭവിച്ചിട്ടുണ്ട്. ശരി, മൈനാഗപ്പള്ളിയിൽ വെച്ചാണ് ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് തീ പിടിച്ചത്. ഏതായാലും അതൊരു പലർക്കും ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണ്. എന്തായാലും അതിന് എന്താണ് സംഭവിച്ചത്, ഈ വാഹനത്തിന് എന്ത് സംഭവിച്ചു, ആ തീപിടുത്തത്തിന്റെ കാരണം പുറത്തു വരേണ്ടതുണ്ട്. ശ്രീകുമാരനാണ് പ്രാഥമികമായ വിവരങ്ങൾ പങ്കുവച്ചത്.